അപ്പോൾ നമ്മളിന്ന് എറണാകുളത്താണുള്ളത്. എക്സ്ക്ലൂസീവ് ഡ്രൈവിന് ഇപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് 3-4 പേര് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ, ഹായ്. RJ ശംഭു ആണ് അല്ലേ? RJ ഹേമന്ത്, അർജുൻ, അതുപോലെ തന്നെ ബിട്ടു. ഇവരെല്ലാവരും ഒരു സ്പെഷ്യൽ അസൈൻമെന്റ് കഴിഞ്ഞിരിക്കുക. മറ്റൊന്നുമല്ല, അവരുടെ പുതിയ ഒരു ഷോർട്ട് മൂവിയാണ് കാർണിക കാണ്ഡം. പേരിനൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ? മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ ന്യൂ മൂവി ഒരു സംഭവമാണ്. നമ്മളൊരു സാധാരണ കാണുന്ന ഒരു മൂവിയല്ല, ഒരു യൂഷ്വലി കാണുന്ന ഒരു ഷോർട്ട് മൂവി ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇറ്റ്സ് എ കമേഴ്ഷ്യൽ ഷോർട്ട് മൂവി എന്ന് പറയാം. അത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും നല്ല എന്താ പറയുക ആളുകളാണ് ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ലെവലിലെ ഒരു ഇൻട്രോ അസോസിയേഷൻ കിട്ടാൻ. ആദ്യം പറയുമ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആക്ച്വലി ഓർക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഔട്ട് വന്നപ്പോഴാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ചെയ്ത് ഇപ്പം ദിവസം പറയുന്ന പോലെ തന്നെ ഒരു മൂവി കാണുന്ന ഒരു എഫക്റ്റിൽ തന്നെ വളരെ അതിന്റെ BGM ആണെങ്കിലും അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഹാൻഡ്സ് ഓഫ് ദി ഡയറക്ടർ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ വിൻസർ? എങ്ങനെയുണ്ട് വിൻസർ? ബ്രിട്ടീഷ് നെയിം, ബട്ട് ചൈനീസ് കാർ. കറക്റ്റ്. ബിട്ടു ശരിക്കും പറഞ്ഞ ഒരു പെട്രോൾ ഹെഡാണ്. ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിന്റെ ഫീൽഡ് ചോദിക്കാൻ, ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ഇൻ ദ സെൻസ് കസിൻസിന്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഇതുവരെയായിട്ടും അതിലോട്ട് ഒന്നും മൈൻഡ് സെറ്റ് ആയിട്ടില്ല. മെയിൻ ഫാക്ടർ പറയേണ്ട സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈലൻസും അതെല്ലാം മെയിൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു വണ്ടി ഭയങ്കര സൈലന്റ് ആയിട്ട് പോകുന്നതിനോട് താല്പര്യമില്ല. അതും ഞാൻ പുതിയ വണ്ടികളുടെ ആരാധകനല്ല, ഞാൻ പഴയ വണ്ടിയുടെ ആരാധകനാണ്. വെളിയിൽ നോക്കുമ്പോൾ ദ കാർ ഇസ് ബിഗ്, പക്ഷെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. പിന്നെ സ്പേഷ്യസ് ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഒറ്റ സ്ക്രീനിലാണ്. ഇറ്റ്സ് അഗെയിൻ ലൈക്ക് അറൌണ്ട് ഒരു 15.5 ഇഞ്ച് സ്ക്രീൻ ഉണ്ട്. ഇറ്റ്സ് നമ്മളൊരു ലാപ്ടോപ്പ് ഒക്കെ വെച്ചിരുന്ന് പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു എയർക്രാഫ്റ്റിന്റെ ഉള്ള ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോമറ്റിന്റെ തന്നെ ഒരു ചേട്ടൻ. എനിക്ക് അതിന്റെ ഭയങ്കര അകത്തെ ഇന്റീരിയർ ഡിസൈൻസ് എല്ലാം ഭയങ്കര യൂണീക്ക് ആയിട്ട് തോന്നി. ഭയങ്കര നല്ല രസമാണ്. അതിന്റെ പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽ ബാർസ് സാധനങ്ങളെല്ലാം. പിന്നെ ഡാഷ്ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വുഡൻ ഫീൽ ഉണ്ട്, പക്ഷെ പ്ലാസ്റ്റിക് ആണ്. ബട്ട് ഇറ്റ് ഇസ് ലൈക്ക് ഒരു വുഡൻ ഫീൽ തരുന്നുണ്ട്. മിക്സറാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഒരു ഫൈബർ ഫിനിഷിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സ്റ്റിയറിംഗ് സോ ലൈറ്റ് ആണ്. ഒരു 100+ പോകുമ്പോൾ എന്താ ഫീൽ എന്നുള്ളത് ഡബിൾ ഇലക്ട്രിക് എഫക്റ്റ് ആണ് സ്റ്റിയറിംഗ്. ഡബിൾ ഇലക്ട്രിക് സ്റ്റിയറിംഗ് പോലെ. ഹേമന്ത്, എങ്ങനെയുണ്ട് നമ്മുടെ ബാക്ക് സീറ്റ് വണ്ടിയുടെ? ബാക്ക് സീറ്റ് എനിക്ക് ആക്ച്വലി ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പം ഭയങ്കര സ്പേഷ്യസ്. നമ്മളിങ്ങനെ ആലോചിച്ചു 3 പേര് പുറകെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണോ തിങ്ങിരിക്കണോ ഒക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇരുന്നപ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആണ്. നമ്മൾ ഒരാൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പുറകെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ബെഡ് പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം കൊണ്ടും ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര ഒരു രസമായിട്ടുണ്ട്. ഒരു ക്ലാസി ടച്ച്. റിക്ലൈനബിൾ അല്ലേ? അതെ, റിക്ലൈനബിൾ ആണ്. 135 ഡിഗ്രി സംതിങ് റിക്ലൈൻ. അതെ, വെരി ഗുഡ്. ആ ഒരു ഫീച്ചർ അല്ല. എങ്ങനെയാണ്, ഹൗ ഇസ് ദ ഫീൽ അബൌട്ട് ഡൂയിങ് ദിസ് മൂവി? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഈ ഒരു മൂവിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ എല്ലാവരും ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്നതും ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇതൊരു സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വർക്കാണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും കൂടിയാണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് ഒരു മാജിക് ഫ്രെയിംസിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു അസോസിയേഷനിൽ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്രണ്ടിൽ കിട്ടിയത്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിന്റെ വർക്കാണ്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയൊരു ഇത് ജോബ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇത്രയും നല്ല കാസ്റ്റും നല്ലൊരു ടീമിനെ കിട്ടി ഒപ്പം വർക്ക് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു ഔട്ടിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, ബാക്ക് സൈഡ് സപ്പോർട്ട് ഭയങ്കര കേട്ടോ. പ്രത്യേകിച്ച് അർജുന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട അശ്വിൻ ബോസ് ഉണ്ട്. ക്യാമറ ചെയ്തിരിക്കുന്ന വെരി യങ് ഗൈ. പക്ഷേ കൊള്ളാം, അടിപൊളി, ഞെട്ടിച്ച് കളഞ്ഞു, നല്ല രസമായിട്ട്. അതോടൊപ്പം ഒരുപാട് അസോസിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഇതിന്റെ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവർക്കുള്ള ഫൈറ്റ് സീനാണ് ഉദ്ദേശിച്ചത്. അതായത് ഹേമന്തൊക്കെ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വരുന്ന ഒരു ഫൈറ്റ്സ് ഒരു വരുന്ന ഒരു വേ ഉണ്ട്.
അപ്പോൾ അതിൽ ഇവർ എൻകൗണ്ടർ ചെയ്യുന്ന കുറച്ച് ഫൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു. അർജുന, അത് ആരാ നമ്മളത് അതിന്റെ ഫൈറ്റ്? ആൽവിൻ എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കട്ട്സ് സാർ കണ്ടപ്പോ മനസ്സിലായല്ലോ. ഒരു കട്ട്, ഒരു പാർട്ടി ഏരിയ കാണിക്കും, പിന്നെ ഒരു ഫൈറ്റ്, അങ്ങനെ ഒരു ട്രാൻസിഷനിലാണ് ത്രൂഔട്ട് ഫൈറ്റ് പോയത്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി എന്തായാലും വേണമായിരുന്നു. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ആൽവിൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു മാസ് പടം, ഒരു പരിപാടി വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഒരു മാസ് പരിപാടി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. കാരണം ഇതൊരു, എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഒരു ഫസ്റ്റ് പരിപാടി, ഒരു എൻട്രി പരിപാടി എന്നുള്ള നിലയിൽ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇനി വലിയ പരിപാടികൾ അർജുൻ്റെ വരുന്നുണ്ടെന്നുള്ള ഫോർ ഷുവർ ഷോട്ടാണ്. അത് അർജുൻ ഇതിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് അഗൈൻ എ ബിഗ് തിങ്. എന്നോട് ആദ്യമായിട്ട് കഥ പറയുന്ന സമയത്ത് രാത്രി ഒരു ദിവസം ഞാൻ രാത്രി വീട്ടിൽ ഇരിക്കുക. അപ്പോൾ ഇവൻ നെയ്ബറായിരുന്നു പണ്ട്, ഇപ്പം വീട് മാറിയുള്ളൂ റീസെന്റ്. അപ്പോൾ വീട് പറഞ്ഞ് അടുത്ത് തന്നെയാണ്. ഏവനായിട്ട് എനിക്കൊരു കഥ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൻ എപ്പോഴും ഓരോ കഥകളൊക്കെ എന്നോട് പറയാറുണ്ട് ചുമ്മാ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ക്രിയേറ്റീവ് അതിന്റെ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ഒരു ഫിലിം മേക്കറിന്റെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. എന്തെങ്കിലും ഒരു പുതിയതായിട്ട് കാണാൻ അതിനെ ഡെവലപ്പ് ചെയ്യുക. രാത്രി ദിവസം ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി വീക്കെൻഡ് മറ്റേ ഈ ജോലി കഴിഞ്ഞ് രാത്രി തിരിച്ചെത്തിയ സമയത്ത് രാത്രി വീട്ടിലേക്ക് വന്നിട്ട് ചേട്ടാ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവരൊരു സാധനം ഒരു 15 മിനിറ്റിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോൾ ഇതിലുള്ളത്, എന്താ നീ പറയാൻ ഉദ്ദേശിക്കണേ? അല്ല ഏട്ടാ, ഇതൊരു സംഭവം ഉണ്ട്, ഇതിന്റെ സാധനം നമുക്ക് പിടിക്കാം. ഞാൻ ശരി ഓക്കെ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ ക്യാരക്ടർ ഡെഫിനേഷൻസ് ആയിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഇതും കൂടെ ഒരു പരിപാടി മനസ്സിലായി. പിന്നെ ആ ക്യാരക്ടറോട് ചോദിച്ചു, ചേട്ടാ നമുക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്തതിലേക്ക് ആ പ്രോസസ്സിലാണ് ഞാനും കൂടെ ഇൻവോൾവ് ആയതില്ല. അപ്പോൾ ഞാനും കൂടി ഇൻവോൾവ്. ഞാൻ പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിൽ ഇപ്പോൾ ഫെർണോ എന്ന് പറഞ്ഞ ചേട്ടാ കുറച്ചും കൂടി ഒരു താടി കൊടുക്കുള്ള ഒരു യോയോ ആയിട്ടുള്ള ഒരു നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് വേണ്ടത്. ആരുള്ളത്? പെട്ടെന്ന് വെരി ഫസ്റ്റ് തോട്ട് എനിക്ക് വന്ന ശംഭു ചേട്ടൻ തന്നെയാണ്. അവിടെ ആ ശംഭു ചേട്ടൻ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവൻ്റെ ശംഭു ചേട്ടൻ വിളിച്ചാൽ വരുമോ? ശംഭു ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ വിളിക്കാം, ഞാൻ നമ്പർ തരാം, നീ പ്രൊഫഷണലി സംസാരിക്കാൻ പറഞ്ഞു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാൻ പുള്ളി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. എന്താണ് ഞാൻ 3 ആളായിട്ടാണ് കരുതിയത്. അതെ, അതിനുശേഷം എന്നോട് പറഞ്ഞു, ചേട്ടാ അടുത്തത് ചേട്ടന്റെ സേവിയർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ബോസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു കിങ് ഓഫ് കാർണികം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഫക്ട് ഉണ്ടാവും. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടർ വേണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ വെരി ഫസ്റ്റ് തോട്ട് എനിക്ക് ഇവിടെ ബിട്ടു എങ്ങനെ ഉണ്ടാവും? ബിട്ടു ചേട്ടൻ വിളിച്ചാൽ വരുമോ? ബിട്ടു ചേട്ടൻ വിളിച്ചാലും വരും. ബിട്ടുവിന്റെ കഥ ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ബിട്ടുവിനെ പ്രൊഫഷണലി, ബിട്ടു ഈ പറഞ്ഞ പോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബിട്ടുവിനെ പെട്ടെന്ന് സിഫയിലേക്ക് വിളിക്കുന്നു. അവരൊരു 1.5-2 മണിക്കൂർ സെഷൻ ഫുൾ കഥ അവൻ ഡെവലപ്പ് ചെയ്യുന്നു. അത് ഇറങ്ങിയിട്ട് ബിട്ടു നേരെ എന്നെ വിളിക്കുന്നു. അവിടെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, ഐ മീൻ എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇതിന്റെ കാസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് വന്നത്. അതിനുശേഷമാണ് പിന്നെ ഇത് പറയുമ്പോഴൊന്നും നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്, ഇപ്പൊ സാറ് കണ്ട ഒരു ഔട്ട് ഞങ്ങളുടെ മനസ്സിൽ ആരുടെ ഇല്ല, ഇവന്റെ മനസ്സിലാണ് ഈ ഒരു ഔട്ട് ഉള്ളത്. ഇവൻ ഈ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ എടുക്കണോ. ഇപ്പൊ ശംഭു ചേട്ടനൊക്കെ പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് മാത്രം 4 മണിക്കൂർ കൊണ്ട് മാത്രം കംപ്ലീറ്റ് ഷോട്ട്സ് ആണ് നോക്കുന്നത്. ഒരു രാത്രി എനിക്കിത് രാത്രി ഒരു 11 മണി 12 മണിക്ക് ഷൂട്ട് ഓടിക്കുന്നത്. 80% ഓഫ് ദ ഷൂട്ട് ആ നൈറ്റിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്. പറന്നടിക്കുമായിരുന്നു. എനിക്കാണ്, ഞാൻ ഓർക്കുന്നുണ്ട് വെളുപ്പിനെ കണ്ട് 7 മണിക്ക് അവിടെ പുത്തൻകുരിശ് എന്തോ ഷൂട്ടാ. സത്യം പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ 5 മണിക്കാ. കുഴപ്പമില്ല ചേട്ടാ, 2 മണിക്കൂർ ഉറങ്ങിക്കോളാം. അങ്ങനെ അതൊരു ക്ലൈന്റ് ഷൂട്ട് എന്തായിരുന്നു. 2 മണിക്ക് ചേട്ടൻ പോയി ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അർജുൻ വിട്ടു. അങ്ങനെയാണ്. ഇത് പറയേണ്ട ഹേമന്തിന്റെ പെർഫോമൻസ് ആണ്. കാരണം ഹേമന്തിനെ എനിക്ക് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10-11 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഹേമന്തും പരിചയമുള്ള വ്യക്തികളാണ്. ഒരു 6 വർഷം, ഒരു 5 വർഷം ഒരുമിച്ച് ഒരു കമ്പനി, അല്ല 4 വർഷം ഒരുമിച്ച് ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട് FM-ൽ. അപ്പം അവൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഹേമന്തിന്റെ പെർഫോമൻസ് അധികം നമ്മൾ കാണാൻ പറ്റിയില്ല. പക്ഷെ ഔട്ട് വന്നപ്പോഴാണ് ബാക്ക് സീറ്റിൽ ഇരുന്നാണല്ലോ പോകുന്നുണ്ട്. 135 ഡിഗ്രി റിക്ലൈനബിൾ ആണോ ബാക്ക് സീറ്റ്? എങ്ങനെയുണ്ട് വണ്ടി? ഇപ്പൊ നിങ്ങൾ നല്ലൊരു മഴയത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആണ് കാര്യങ്ങളെല്ലാം, ഈവൻ ക്യാമറ ആണെങ്കിലും. പിന്നെ അഗൈൻ ഇത് വീൽ 18 ഇഞ്ച് അല്ലേ വരുന്നത്? അതെ, 18 55. അതെ. നല്ല നല്ല പ്രൊഫൈലാണ്. ഇത്ര നേരം ഓടിച്ച് എനിക്ക് ഭയങ്കര നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല റോഡ് തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം ഇവര് ക്ലിയറൻസ് ആണെങ്കിൽ ഒരു 186ലേക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് അഗൈൻ നമ്മുടെ ഇപ്പം ഇറങ്ങുന്ന ഒരു കോമ്പറ്റീറ്റർ എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ EVM-ന്റെ 4 മീറ്ററിൽ വരുന്ന വണ്ടികൾക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് 179 ഒക്കെ ആയിരിക്കും അതിന്റെ ക്ലിയറൻസ് വരുന്നത്. സോ അത് 186 ഗുഡ് ക്ലിയറൻസ്. അത് ഇന്ത്യൻ മോഡ്സിൽ 4 മോഡാണുള്ളത്. ആ മോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ മോഡ്സ്. എക്കോ പ്ലസ്, നോർമൽ, സ്പോർട്ട്. നമ്മളിപ്പോ നോർമലിലാണ് പോകുന്നത്. അതെ. ഇറ്റ് ഈസ് ലൈക്ക്
നല്ല റെസ്പോൺസ് ആയിരുന്നു. യു ക്യാൻ ഷിഫ്റ്റ് energy എനർജി മറ്റേ ബാറ്ററി റീജനറേഷൻ ആണ്. മൂന്ന് മോഡ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പം ഇതിന്റെ പ്രൈസിങ് ആണെങ്കിലും വന്നപ്പോഴും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ ഇതിന്റെ ബാറ്ററി എഗെയിൻ എനിക്ക് തോന്നുന്നു ബാറ്ററി വേണമെങ്കിൽ നമുക്ക് EMI ആയിട്ട് എടുക്കാം. അതെ എടുക്കാം. അതായത് ഇപ്പോൾ യു ക്യാൻ ബൈ ദ കാർ ഫോർ 9.99 എക്സ് ഷോറൂം. ദാറ്റ് കംസ് ടു ഇൻക്ലൂഡിംഗ് ടാക്സസ് എല്ലാം വരുമ്പോൾ 12 lakhs വരും. വിതൗട്ട് ബാറ്ററി. അതെ വിതൗട്ട് ബാറ്ററി. പക്ഷേ ബാറ്ററി അൺകണ്ടീഷണൽ വാറണ്ടി ആണ് തരുന്നത്. വേറെ ദർ ഇസ് നോ ടൈം സ്റ്റിപ്പുലേഷൻ. അതിന് യു നീഡ് ടു ടേക്ക് എ പാക്കേജ്. അത് നമ്മുടെ റണ്ണിങ് കിലോമീറ്റേഴ്സിന്റെ ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് യു ഹാവ് ടു പേ an EMI വിത്ത് ബജാജ് ഫിൻസർവ്. അങ്ങനെ 2-3 ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ടൈപ്പ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ അത് എടുക്കേണ്ടത്. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം നമ്മൾ 2 EMI അടച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എന്നാലും ഐ തിങ്ക് യു ഹാവ് ബീൻ ഫുള്ളി സെക്യൂർഡ് ബൈ ദ കമ്പനി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോഡ്സ് കണ്ടുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും ഇവിടെ വണ്ടികളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കൂ യു ക്യാൻ ജസ്റ്റ് ഫീൽ. പിന്നെ അഗൈൻ എനിക്ക് തോന്നുന്നു ഈവൻ സിറ്റിയിൽ യൂസ് ചെയ്താൽ പോലും ഒരു 270 കിലോമീറ്റർ റേഞ്ച് എന്തായാലും കിട്ടും. കമ്പനി ഈസ് ക്ലെയിമിംഗ് 331. അതെ 331 കിലോവാട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 330 ആണ് അവർ പറഞ്ഞത്. ഈ 330 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെസ്റ്റിംഗ് കണ്ടീഷൻ. നോർമൽ ഡ്രൈവ് ടെസ്റ്റേ അല്ല. അതല്ല. അപ്പോൾ അതൊരിക്കലും ഇറ്റ് ഈസ് നോട്ട് അച്ചീവബിൾ. മൈലേജ് ക്ലെയിം ചെയ്യുന്നു അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മൈലേജ് ആണല്ലോ ഏറെ ക്ലെയിം ചെയ്യുന്ന ഒരു 18 കിട്ടുമെന്ന് പറഞ്ഞാലും ഇത് റിയൽ വേൾഡ് മൈലേജ് എന്ന് പറയുന്ന സംഭവം 13 to 15 ആയിരിക്കും. കാര്യം കൊടുത്തോ വിട്ടുന്ന്. 200 bhp is giving the maximum. 200 Nm ടോർക്ക് ആണ് വരുന്നത് അല്ലേ? ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ട് ഇതിന്റെ. അപ്പോൾ നമ്മുടെ അക്കോർഡുള്ള നമ്മുടെ ബിട്ടുമാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിൻസറിലെ ആദ്യത്തെ ഒരു 0 to 100 എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു അൺഈവൻ റോഡ്സിൽ കൂടെ നമ്മൾ പോകുന്നത്. അകത്ത് ആ ഒരു അത്യാവശ്യം നല്ല സസ്പെൻഷൻ. അതും 4-5 ഇത്രയും വലിയ ആൾക്കാർ ഇരുന്നിട്ടും. ചെറിയ ശരീരം അല്ലേ? ബാക്ക് സൈഡിൽ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇപ്പോഴും ഞങ്ങൾ മെയിൻ റോഡിലോട്ട് കയറിയില്ല. ഇവരുടെ കയറിയില്ല ഇപ്പോഴും. ഈ 4x4 വണ്ടി എറണാകുളത്ത് ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വരുമ്പോൾ കമ്പനിയുടെ സെയിൽസ് പേഴ്സണും ഇവിടെയാണ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജീപ്പിന്റെ ബ്രാൻഡും ബാക്കിയുള്ള ടീംസ് ഇവിടെ സാറേ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇതുവഴി കൊണ്ടുപോകും. ഇവിടെ ഒരു ഓൾ സ്ട്രെച്ച് ഓടിച്ചു കഴിയുമ്പോൾ ഫൈൻ ഐ ആം ഗോണ ബുക്ക് ദ കാർ എന്നുള്ള രീതി വരും. രണ്ട് രീതി ഉണ്ടല്ലോ. നല്ല ഹൈവേ ഉണ്ട്, നല്ല റോഡും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് ഹേമന്ത് ഞാൻ നമ്മളെ പരിചയം തന്നെ നോക്കുന്നത് നമ്മൾ ന്യൂവിൽ ഒരുമിച്ചായിരുന്നു. ഹേമന്ത് നമ്മളെ ജൂനിയർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ FM കയറി. അത് കഴിഞ്ഞ് ഹേമന്തും അതേ FM വീണ്ടും വന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ ഒരുപാട് യാത്രകൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ നൈറ്റൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചുമ്മാ കട്ടപ്പനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ് വെറുതെ. അങ്ങനെ ഡ്രൈവ് ഒരുപാട് വണ്ടികളെ സ്നേഹിക്കുന്ന ട്രാവലിംഗ് ഒരു പാഷനാണ്. ഞങ്ങള് ചിലപ്പോൾ വണ്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ഹരവും. ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് 4ാമത്തെ വണ്ടി പറ്റുമോ ശമ്പൂച്ചേനെ ചേഞ്ച് ചെയ്ത് കാർസ് ഇനീഷ്യൽ 200 Nm ഓഫ് ടോർക്ക് വി ക്യാൻ ഫീൽ. ഞാനിപ്പോൾ സ്പോർട്ട് മോഡലാണ് പക്ഷെ പയ്യ പോകുന്നത്. സ്പോർട്ട് മോഡൽ പയ്യെ പോകുമ്പോഴാണ് സുഖം ആക്ച്വലി വണ്ടി ഓടിക്കുന്നത് കിട്ടുന്നത് എന്നാണ് ഐ ബിലീവ്. സ്പോർട്ട് മോഡൽ സിറ്റി പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ടോർക്ക് കൂടുതലാണല്ലോ. ടോക്ക് കൂടുതൽ വരുമ്പോൾ ഈസി ടു. പക്ഷെ ഇങ്ങനെ പയ്യെ പോയിട്ട് പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി ഉണ്ടല്ലോ. സ്മൂത്ത് ചിൽ. അതിന്റെ എനിക്ക് ഇത് തോന്നുന്നു IP എനിക്ക് 167 സർട്ടിഫൈഡും അതിന്റെ ബാറ്ററി. അപ്പൊ നമ്മൾ ഏറ്റവും വേർസ്റ്റ് കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. I mean the suspension is good, clearance is 186 above, so the normal sub 4 meter വണ്ടിയെക്കാട്ടിലും ക്ലിയറൻസ് ഉണ്ട് and feel nice. ഷോർട്ട് മൂവി എന്ന ഒഫീഷ്യൽ റിലീസ് ഈ മാസം തന്നെ ഡിസംബറിൽ എന്തായാലും റിലീസ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനൊരു മൂവി ലവറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്കൊരു വില്ലനായിട്ട് അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. അതെ അപ്പൊ അതും പ്രതീക്ഷിക്കാം. എടാ മോനെ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും തരികയാണ്. ഇത് തീർച്ചയായിട്ടും പോയി കാണുക. ഇത് യൂട്യൂബിൽ എന്തായാലും റിലീസ് ഉണ്ടാവും. എവിടെയാണ് അർജുനെ? സിഫ മൂവീസിലായിരിക്കും. അപ്പോൾ സിഫയുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് സിഫ മൂവീസ്. അപ്പോൾ അതിലായിരിക്കും റിലീസ്. അപ്പോൾ ഫസ്റ്റ്ലി താങ്കിങ് ബോത്ത് ലിസിൻ സാർ ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി. അവരുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വർക്കിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ഓൾ ക്രൂ അവരുടെ സപ്പോർട്ടും വലിയൊരു ഫാക്ടറാണ് ഇത്രയും നല്ലൊരു ഔട്ടിലേക്ക് എത്തിച്ച്. എൻ്റെ സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ട കുറച്ച് പേരുണ്ട്.
അതിൽ എൻ്റെ എഡിറ്റേഴ്സ് 2 എഡിറ്റേഴ്സ് ഉണ്ട്, മിഥുൻ ആൻഡ് സിദ്ധാർത്ഥ്. സിനിമാറ്റോഗ്രാഫർ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ് അശ്വിൻ ബോസ്. പിന്നെ നമ്മുടെ മ്യൂസിക് ചെയ്ത ഗൗതം പ്രസാദ്. പിന്നെ ഓവറോൾ സ്റ്റാർട്ട് ടു എൻഡ് എൻ്റെ കൂടെ ഉണ്ടായ ആശിഷ് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് ഓഡിയോഗ്രാഫിയാണ്. ഇനി മിസ്സായ കുറേ പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇത്രയും നല്ലൊരു ഔട്ടിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ സഹായിച്ചത്. താങ്ക് യു മൈ ടീം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കാസ്മാറ്റിക്കിൻ്റെ ഇവിടുത്തെ എപ്പിസോഡ്, പ്രത്യേകിച്ച് ഈ വിൻസർ ആയിട്ടുള്ള എപ്പിസോഡും പിന്നെ അതെ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന കാർണിക കാണ്ടം ടീമിൻ്റെ ആ ഒരു ഇൻട്രാക്ഷനും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ മീ ഡേവിസ് ചെറമ്മൽ സൈനിങ് ഓഫ് ഫോർ കാസ്മാറ്റിക്.